ഹായ് ഫ്രണ്ട്സ് ടൂറോട്ട് പോവാം. ഹീറോയി പറയുന്ന കമ്പനി പറഞ്ഞിട്ട് ഇതിൻ്റെ ബ്രാഞ്ച് നെക്സ്റ്റ് ബ്രാഞ്ചിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഹീറോയിൻ ഫ്രണ്ട് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ. ഹീറോയി കമ്പനി ജോലി നന്നായിട്ട് ചെയ്യാറ്. ജങ്കുക്ക് രാവിലെ അതെ കമ്പനി ഇപ്പോൾ ജോയിൻ ചെയ്ത് ഹീറോയിനാണ് ജോലി ചെയ്തതാണ്. ഇപ്പോൾ ജങ്കുക്ക് ഇപ്പോൾ കമ്പനി ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ ജങ്കുക്ക് ഹീറോയിൻ എന്താ ജോലി ചെയ്തായിരുന്നു. ഹീറോയിൻ ജോലി ചെയ്ത് ഇരിക്കുമ്പോൾ ജങ്കുക്ക് വന്നു. ജങ്കുക്കിനൊക്കെ ഇവിടെ ഒരു ബേബി ഉണ്ടായിരുന്നു. ക്യൂട്ടായിട്ട് മച്ചി ഇതാരടി സാർക്ക് കല്യാണം കഴിഞ്ഞടി, ഈ സാറിൻ്റെ ബേബിയാ, പേര് ജോൺ. എന്ത് ജോനോ? ജോൻ ജങ്കുക്കിൻ്റെ ബേബിയാണ് എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിഷ് കേൾക്കായിരുന്നു. ക്യൂട്ടായിട്ടുണ്ടല്ലോടി ബേബി. അതെ അതെ. ഇങ്ങനെ ഹീറോയിൻ നോക്കിയായിരുന്നു ബേബിനെ. ജങ്കുക്കിൻ്റെ കയ്യിലൂടെ ബേബി ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ജങ്കുക്ക് ബേബി അങ്ങനെ ഓഫീസിനുള്ളിൽ കൊടുത്ത് അങ്ങനെ ഡോർ അങ്ങനെ താഴെ ഇറക്കിയായിരുന്നു. ക്യൂട്ടായി കുടു ഓടി. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഡോർ ജങ്കുക്ക് ഇങ്ങനെ വെളിയിലുണ്ടായിരുന്നു. ബേബി ഇങ്ങനെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു വരായിരുന്നു. ജങ്കുക്ക് അങ്ങനെ സെക്യൂരിറ്റി കുട്ടീനെ പുറത്ത് പോയിട്ട് കുട്ടിക്ക് ഇത് കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് പാൽ കൊണ്ടിട്ട് കൊടുക്കുന്നു. ഓർലിസിന് ഉണ്ടാക്കി അത് പാൽ വീടി കുട്ടീനെ അയച്ചതായിരുന്നു സെക്യൂരിറ്റി ഹോ ബേബി ക്യൂട്ടായിരുന്നു വാടാ എന്ന് വിളിച്ചായിരുന്നു. ആ കുട്ടി ബോട്ടിലിൽ കുപ്പിയിൽ പാലെത്തി പാൽ ഓർലിസ് കൊടുത്ത് കുട്ടീനെ എടുത്തോണ്ട് കുട്ടി താഴെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ തുള്ളം പറഞ്ഞ് കുട്ടി താഴെ ഇറക്കി. കുട്ടി ഹീറോയിനെ നോക്കി ഇവന് കുടുകുടു ഓടി വന്നു ഹീറോയിനോട്ട്. ഹീറോയ്ക്ക് മനസ്സിലായില്ലേ എന്താ കുട്ടി ഇങ്ങനെ നടന്നോണ്ട് ഹീറോയിനായിട്ട് കുടുകുടു ഓടി വന്നു. ഹീറോയിൻ നോക്കിയായിരുന്നു. ഫ്രണ്ട് പറയും മച്ചി ഇവിടേക്കടി ഓടി വരുന്ന. അങ്ങനെ ഹീറോയിൻ്റെ ഡ്രസ്സിന് പിടിച്ച് നോക്കിയായിരുന്നു. ഹീറോ കേട്ട് എന്ത് പറ്റി ബേബി. ഹീറോയിൻ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ സാരി എടുക്കുകയാണ്. ഹീറോയിൻ എല്ലാവരും കുറച്ച് ഒരുമാതിരി നോക്കിയായിരുന്നു. പിന്നെ സാരല്ല ഇവൾ ഇന്ത്യ ഗേളാണ് മോശം അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് അവർ ഉണ്ടായിരുന്നായിരുന്നു. ഹീറോയിന് ഇടിച്ചു വലിക്കായിരുന്നു. ഹീറോയിൻ എന്ത് പറ്റി ബേബി ഇങ്ങനെ ഹീറോയിനെ എത്താൻ പറഞ്ഞായിരുന്നു. ഹീറോയിൻ ശരി ഓക്കെ ഹീറോയിൻ മടിയിരുത്തി. എന്ത് പറ്റി ഹീറോയിനെ ഹക്ക് ചെയ്തായിരുന്നു. ഇത് ചിങ്കൊക്കെ എവിടെ ബേബിയെന്ന് യഥാർത്ഥം നോക്കും. ഹീറോയിനെ മടിക്ക് കയറുന്നത് ഹീറോയിനെ എത്താൻ പറഞ്ഞത്. ഹീറോയിൻ കമ്പ്യൂട്ടർ കൊടുത്തായിരുന്നു. ഹീറോയിനെ എൻ്റെ മടിയിൽ നിന്നിട്ട് ഹീറോയിൻ അതെ കുട്ടീനെ കയ്യിൽ ഷൂ അയച്ചിട്ടില്ലായിരുന്നു. മടിയിലിരുന്നത് ഹീറോയിനെ ഇങ്ങനെ അതാ ഷൂ അയച്ചായിരുന്നു. ബേബി ഷൂ അയച്ചിട്ടായിരുന്നു. അയച്ചിട്ട് പിന്നെ ഹീറോയിൻ്റെ മടിയിൽ വത്തിയിരുന്നായിരുന്നു. ബേബീനെ സെക്യൂരിറ്റി പറഞ്ഞു ഷൂ അവിടെ അയച്ചിട്ടുണ്ടായിരുന്നു ബേബി. അതുകൊണ്ട് ഹീറോയിൻ മടി കയറി. ഹീറോയിനെ ഏൽപ്പിച്ചിട്ട് മടിക്ക് പത്തെന്ന് പറഞ്ഞുകൊണ്ടു അങ്ങനെ ഹീറോയിൻ്റെ മടിയിൽ നിന്നിട്ട് തുള്ളാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിനെ മുടി നല്ല മണത്ത് നോക്കിയിട്ട് ഹീറോയിനെ കണ്ണത്തൊക്കെ സ്ഥലത്ത് ഇത് ജങ്കുക്ക് ഷാക്കായിരുന്നു. ഇവനാരും കൊണ്ട് ഒട്ടുന്നില്ലല്ലോ. ജങ്കുക്ക് സെക്രട്ടറി കോൾ ചെയ്തു. എന്താടാ ഇവിടെ നടക്കുക സാർ? അതിന് സാർ വാശി പിടിക്കായിരുന്നു സാർ. എന്ത് ചെയ്യാം കുട്ടി കയറിയിട്ട് വളരെ പറഞ്ഞു വന്ന് അടിയായിരുന്നു. ശരിടാ ആ ബേബീനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഹീറോയിന് ഷൂ എടുത്ത സെക്യൂരിറ്റി എടുത്തോണ്ട് പോയി. ബേബിനെ സാർ അകത്ത് പോകാൻ പറഞ്ഞു. ശരി ഓക്കെ. പാതി ഫയലുണ്ട്. അങ്ങനെ പാതി ഫയലും ഫുൾ ചെയ്തിട്ട് ജങ്കുക്കിന് കമ്മിങ് സാർ കമ്മിങ് ഹീറോ ഇങ്ങനെ ഫയൽ കൊടുത്തു. സാർ ബേബി ഡാഡാ എന്ന് ജങ്കുക്കിന് അടുത്ത് പോകാൻ നോക്കി. ഹീറോയിൻ സാർ ബേബി ഓ വാടാ എന്നിട്ട് പിന്നെ ഹീറോയിനെ കണ്ടു കയറിയാൻ തുടങ്ങി. ജങ്കുക്ക് കൺഫ്യൂസായി. എന്താണ് ഇങ്ങനെ ചെയ്യുന്ന മമ്മി എന്ന് വിളിച്ചായിരുന്നു. ജങ്കുക്ക് ഷോക്കായി. ഹീറോയ്ക്ക് കേട്ടില്ലായിരുന്നു. മമ്മി എന്ന് വിളിക്കായിരുന്നു. ജങ്കുക്ക് ഷോക്കിടാ മമ്മിയാ ഉണ്ടാതിരിടാ ഹീറോയിൻ സാർ ഇതുപോലെ കഴിഞ്ഞു സാർ. ശരി ഞാൻ പോവാ സാർ. ശരി ഓക്കെ. നെക്സ്റ്റ് ഫയൽ മാത്രം എന്നൊരു ഫയൽ എവിടെ? 2 ഫയൽ സാർ. അതിപ്പോൾ തീർന്നില്ല. ഒരു ഫയൽ തീർന്നു സാർ. ശരി സാർ ശരി ഓക്കെ. പകുതിയേ ഉള്ളൂ സാർ. ശരി ഓക്കെ നീ പോയിക്കോ എന്ന് പറഞ്ഞായിരുന്നു. ജങ്കുക്ക് കൺഫ്യൂസായി. എന്നിരടാ ചെയ്യുന്നത് മമ്മി എന്ന് കരയാൻ തുടങ്ങിയ ജങ്കുക്കിന് അമ്മ വന്ന്. അമ്മക്ക് കേട്ടു. മമ്മിയാ ആരടാ? ജങ്കു തല കഴിച്ചു. അയ്യോ ഈ അമ്മയ്ക്ക് അറിഞ്ഞ പ്രശ്നമാണ്. അമ്മ ഒന്നില്ല അമ്മ ആരാ കണ്ടത്? മമ്മി എന്ന് പറയാം. വാ ആരാ മമ്മി എന്ന് കാട്ടിത്തരാം. അല്ല മമ്മി ഒന്ന് വിളിക്കായിരുന്നു കുട്ടി. ജങ്കുക്ക് പറഞ്ഞു ആരെ വിളിക്കുക? ആരില്ല അമ്മ അതൊരു കുട്ടീനെ വിളിക്കുക. സ്നാപ്പ് ഒരു ജോലി ചെയ്യുന്ന ഗേളാണ് അവളെ മമ്മി എന്ന് വിളിക്കുക. ആരത് കാട്ടുക എന്ന് ജങ്കുക്ക് ഒരു മമ്മി എടുത്തോണ്ട് വെളിയിൽ കൊണ്ടുപോയി. അങ്ങനെ കുട്ടീനെ കാട്ടുക ആരാന്ന് മമ്മി അത് ഹീറോയിൻ എടുത്തോണ്ട്. ആരാ? ഹീറോയിൻ ഫ്രണ്ട് പറയാം ഇത് ജങ്കുക്ക് സാറിൻ്റെ അമ്മയാണ്. മാം ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നീയാണോ? സാർ മാം. ഓക്കെ ബേബി ഹീറോയിനോട് മമ്മി ഹീറോയിൻ്റെ ഫ്രണ്ട് കേട്ട് ഷോക്കായി. മമ്മിയാ സാർ ആരാ? ഹീറോയിൻ മമ്മി കേൾക്കുമ്പോൾ ഹീറോയിൻ തിരിഞ്ഞു നോക്കി. എവിടെ മമ്മി?
അതില്ല മമ്മി വിളിക്കുക, അതില്ലമ്മ നീ അവനെ അമ്മ വിളിക്കുക, ഹിറോയ്ക്ക് ഷോക്ക്, ഇതൊക്കെ വിളിക്കുന്നത് ഹിറോയ്ക്ക് ഷോക്ക്. മാം മമ്മി ഈ കുട്ടീൻ്റെ അമ്മയോട് ചങ്കുക്ക് മമ്മി അവിടെ ഇരുന്ന് ഹീറോയിൻ്റെ കോഫി ഷോപ്പിൽ സംസാരിക്കുക. ഇല്ല മാം ഇത് കുറച്ച് ജോലിയുണ്ട്, സാരല്ലമ്മ എന്നാൽ ഹീറോയിൻ്റെ അടുത്ത് വന്ന് കസാല, അതെ ഹീറോയിൻ്റെ ഫ്രണ്ട് എനിക്ക് ജോലി കഴിഞ്ഞോടി ഞാൻ കൊടുത്തു വരാമെന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പോയി. എന്നാൽ അവിടെ ഹീറോയിൻ്റെ ഫ്രണ്ട് കസാല ഇരുന്നു. ഇല്ല ഇവളെ മമ്മി ഇല്ല, രണ്ടുപേർക്ക് ഡിവോഴ്സായി, അങ്ങനെ രണ്ടുപേർ പിന്നെ ജങ്കുക്കിന് വൈഫ്, ഇവർക്ക് രണ്ട് ഡിവോഴ്സാണ്, ഇപ്പോൾ ബേബി മാത്രമേ ഉള്ളത്. ഓ അങ്ങനെയാണോ, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയി ശരി ഇപ്പം എൻ്റെ ആൻറ്റി മമ്മി വിളിക്കുക. അല്ല നീ സിംഗിളാണോ കമ്മിറ്റാണോ ചോദിച്ചു. സിംഗിളാണ് മോം ആൻറ്റി. ഓക്കെ ആൻറ്റി എന്ന് ഈ ജങ്കുക്ക് മമ്മി ആൻറ്റി എന്ന് വിളിക്ക് പറഞ്ഞുകൊണ്ട് ആൻറ്റി എന്ന് വിളിക്കായിരുന്നു ഹീറോയി. ശരി മണിയവർക്ക് ഡിന്നർ ആൻറ്റി അത് ഡിന്നർ ഇല്ല മാം നാളെ ജോലിയില്ല, നീ നാളെ കമ്പനിക്ക് നാളെ ലീവാണ്, മോൾ കണ്ടിട്ട് നാളെ വാ. മാം അത് നീ ആൻറ്റിയല്ലേ വിളിച്ചാൽ ഇപ്പം മാം എന്ന് വിളിക്കുക. ഇല്ല മാ നീ നാളെ വാ എന്നാൽ ഹീറോയിനോട് ഇതാണ് എൻ്റെ കാർഡ് നീ വാടക്കം പറഞ്ഞു ഹീറോയിനോട്. ശരി ആൻറ്റി എന്ന് പറഞ്ഞ് ജങ്കുക്ക് മമ്മി കുട്ടീൻ്റെ അടുത്തോണ്ട് പോയി. കുട്ടി മമ്മി വിളിക്കായിരുന്നു. വാടാ മമ്മിയൊന്നും വയ്യ നോക്കിക്കളാം. ജങ്കുക്ക് അങ്ങനെ ഓഫീസ് 2 ഫയലും ഫയലും അതെ ഹീറോയി ബാക്കി 2 ഫയലുണ്ടായിരുന്നു. ബാക്കി എല്ലാ ജോലി കഴിഞ്ഞ് സാർ ശരി ഓക്കെ ജങ്കുക്ക് എല്ലാം സൈൻ ചെയ്തു, അത് അയച്ചു കഴിഞ്ഞു കമ്പനീനെ. അത് അയച്ചു, അത് നല്ല സക്സസ്സായി. ഓക്കെ എന്ന് ജങ്കുക്ക് ജങ്കുക്ക് പാർട്ടിക്ക് റെഡിയാവും. ശരി ഓക്കെ സക്സസ്സായി, എല്ലാവർക്കും നൈറ്റ് പാർട്ടി വെച്ചായിരുന്നു സക്സസ്സായി എന്ന്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ലീവ് കിട്ടി, റെസ്റ്റ് എടുക്കുമായിരുന്നു. ഹീറോയി സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതെ ഈ ഫോട്ടോത്തിൽ മതി സാരി എടുത്ത് വീട്ടിലുണ്ടായിരുന്നു ഹീറോയി. എന്നെ ഫ്രണ്ട് വിളിച്ചു, മച്ചി നിനക്കിന്ന് പോകണ്ടേ. അയ്യോയ്യോ മറന്നുപോയിടി റോസി. ഇല്ലടി റോസി നീ വാ, ഈ സാരി ഞാൻ മാറ്റി വരാം. അങ്ങനെ ഹീറോയി സാരി അയച്ച് ഇതൊക്കെ അവിടെ കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സ് ഇട്ട് ഹീറോയി പോയി. ഹീറോയി ഇത് കാർഡ് അവിടെ സെക്യൂരിറ്റി ബോഡി കയറുണ്ട്, അതിന് കാർഡ് കാട്ടി. ശരി മാം അങ്ങനെ കോൾ ചെയ്ത് പറഞ്ഞു. ശരി അകത്ത് പോവാ പറഞ്ഞു. ഹീറോയി അകത്ത് വന്നു നോക്കും, വലിയ വീടായിരുന്നു. ഹീറോയി വായു പൊളന്നു പറഞ്ഞു. വാവ് എത്ര വലുതാ. റോസി പറയാം വാവ് ഭംഗിയായിട്ടുണ്ടല്ലടി. അതെ